നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. എപ്പോഴാ ഇത് പറഞ്ഞത്? പുത്രന്റെ രക്തം പാപങ്ങളെ പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോഴാ. ഇപ്പൊ യേശു പറഞ്ഞു നിങ്ങളെ പാപങ്ങളിൽ നിന്ന് ഞാൻ വിടുവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവര് പറയുകയാണ്, യേശു പറഞ്ഞു നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്, ഞങ്ങൾ ആർക്കും അടിമകളായിരുന്നിട്ടില്ല. അവൻ പാപത്തിന്റെയും സാത്താന്റെയും അടിമയാണെന്നുള്ളത് അവൻ അറിയത്തില്ല. പക്ഷെ ആത്മാവിന്റെ കണ്ണുകൊണ്ട് കാണുന്ന യേശുവിനറിയാം ഇവൻ പാപത്തിന്റെ അടിമയാണ്, ഇവൻ പിശാചിന്റെ അടിമയാണ്. നമ്മളെപ്പോലെ യോഗ്യന്മാർ ഈ ലോകത്ത് വേറെ ആരും ഇല്ലെന്നായിരിക്കും ബൈബിള് വായിക്കുന്നിടം വരെ, പരിശുദ്ധാത്മാവ് നമ്മളെ സ്പർശിക്കുന്നത് വരെ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ലോകത്തിലെ വലിയ വലിയ ഉണർവുകൾ, ചാൾസ് ഫിന്നിയുടെ ഉണർവ്, അതുപോലെയുള്ള ദേവദാസന്മാരുടെ ഉണർവുകളിൽ കൃപാവരങ്ങളല്ല ആ ഉണർവിന്റെ മുഖമുദ്രയായിരുന്നത്. അവർ പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് കടുത്ത പാപബോധമുണ്ടാകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായ ദൈവം റിയലായിട്ട് ഇറങ്ങി വന്നത് അനുഭവിക്കുന്നവർക്ക് തങ്ങൾ എത്രത്തോളം അധപ്പതിച്ച അവസ്ഥയിലായിരുന്നുവെന്ന് ബോധ്യപ്പെടുകയും അവർ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് മാനസാന്തരപ്പെടുകയും ചെയ്യുമായിരുന്നു.